ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ വീഡിയോ മുഴുവനായിട്ടും നമ്മൾ തെക്കൻ കേരളക്കാരുടെ ഒരു വിഭവമായിരുന്നല്ലോ കാച്ചിയമോര്. എന്നാൽ ഇതൊരു വടക്കൻ കേരള വിഭവമാകട്ടെ, ഇതൊരു ഒന്നൊന്നര വിഭവം തന്നെയാണ്. ഇതൊരു ശകലം ഉണ്ടെങ്കിൽ ഒരു പറ ചോറുണ്ണ അത്ര ഒരു ചമ്മന്തി ആകട്ടെ, ഒരു ചമ്മന്തി തന്നെ കാണിക്കാം. ഈ ചമ്മന്തി കൂട്ടി ഒരു ഊണ് ഞാൻ മുമ്പേ കാണിച്ചു. അതുകൊണ്ട് കുറച്ച് പേര് എന്നോട് ആവശ്യപ്പെട്ടു ആ ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് കാണിച്ചു തരാമോ എന്ന്. അപ്പോൾ അതുപ്രകാരം ഈ ആവശ്യപ്പെട്ട വീഡിയോ ചോദിച്ചവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഇനി ആവശ്യപ്പെടുന്നവരൊക്കെ ഉണ്ടല്ലോ, എൻ്റെ ഫോൺ നമ്പറിലോട്ടാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവരും വീഡിയോയെ സ്നേഹിക്കുന്നവരും ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടേതായ കമൻസും ഒക്കെ ഇട്ട് പ്രോത്സാഹിപ്പിക്കുക. ആ പ്രോത്സാഹനം തന്നെ ഈ 70 വയസ്സ് കഴിഞ്ഞ ഈ ഗ്രാൻഡ് മദറിന് ഒത്തിരി സന്തോഷം തരുന്നതായിരിക്കും. ഇന്നത്തെ ഈ ചമ്മന്തി, അതായത് ഉണക്കമീൻ മാങ്ങ ചമ്മന്തി, ഇതൊരു ദിവസം ഞാൻ ഭക്ഷണത്തിലൂടെ കാണിച്ചതാണ്. ഇതിൻ്റെ പ്രധാനമായ വിഭവം എന്ന് പറയുന്നത് ഉണക്കമീൻ ചമ്മന്തി തന്നെയാണ്. ഈ ചമ്മന്തിക്ക് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ജീവിതത്തിൽ എപ്പോഴും എന്നും നമുക്ക് വിജയമല്ലല്ലോ, നമുക്ക് പരാജയങ്ങളും വീഴ്ചകളും ഉണ്ടാകും. പക്ഷെ ഓരോ വീഴ്ചയിൽ നിന്നുമുള്ള ഉയർച്ചയാണ് യഥാർത്ഥ മഹത്വം. ആ വീഴ്ചയിൽ നമ്മൾ വീണ് കിടക്കാതെ നമ്മൾ ഉയർത്തെഴുന്നേക്കണം. അവിടെ നിന്ന് ഉയർത്തെഴുന്നേക്കുന്നതാണ് മാഹാത്മ്യം. നമുക്കറിയാമല്ലോ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലുള്ള വീഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലാണെങ്കിൽ നമുക്കറിയാം, യേശുക്രിസ്തു ഭൂജാതനായി എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും അനുഭവിച്ചു, കുരിശിൽ മരിച്ചു, കബറടക്കപ്പെട്ടു, പക്ഷെ ഉയർത്തെഴുന്നേറ്റു. ആ ഉയർപ്പാണ് ഏറ്റവും വലിയ പെരുന്നാൾ. അപ്പോൾ ഉയർപ്പ് പെരുന്നാൾ പോലെ തന്നെ നമ്മളും പല വീഴ്ചകളിലും പെട്ടുകഴിഞ്ഞാൽ ഒരു ഉയർപ്പുണ്ട്, നമുക്ക് തീർച്ചയായും ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. പ്രധാനമായിട്ടുള്ള വിഭവം എന്ന് പറയുന്നത് ഉണക്കമീനാണ്. ഇത് കണ്ടോ, ഈ ഉണക്ക ചെമ്മീൻ വത്തൽ മുളകും ചേർത്ത് വറുത്ത് വെച്ചിരിക്കുന്ന കണ്ടോ, കിരുകിരാ ശബ്ദം കേൾക്കാം. ഈ കിരുകിര ആകുന്നത് പോലെ വറക്കണം. ഈ വറുത്തതിനായിട്ട് ആവശ്യമായ തേങ്ങ, ഇത്രയും തേങ്ങ ആവശ്യമാണ്. ഈ തേങ്ങയും ഉണക്കമീനും ചേരുമ്പോൾ ആവശ്യത്തിനുള്ള പുളി, ഇത് മാങ്ങ നുറുക്കി വെച്ചിരിക്കുന്നു. പിന്നെ ചമ്മന്തിക്ക് ആവശ്യമായ ഉപ്പ്. ഈ ചമ്മന്തിയിൽ നമ്മൾ സാധാരണ ചേർക്കാറുള്ള വിഭവങ്ങളാണല്ലോ ഇഞ്ചി, ഉള്ളി, സ്വല്പം വെളുത്തുള്ളി, കറിവേപ്പില. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ചമ്മന്തിയുടെ വിഭവങ്ങളെല്ലാം തികഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് ഓരോന്നായി നമുക്ക് മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് അടിച്ച് ചമ്മന്തിയാക്കണം. ചമ്മന്തി ആക്കി കഴിഞ്ഞതിന് ശേഷം സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് കുഴയ്ക്കുക. അത് നിർബന്ധമില്ല, അത് ഓപ്ഷനിലാണ്. വേണമെന്നുള്ളവർ വെളിച്ചെണ്ണ ചേർത്താൽ മതി, അല്ലാത്തവർ വെളിച്ചെണ്ണ ചേർക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം ചേർക്കേണ്ടത് ചെമ്മീനാണ്. ചെമ്മീൻ മുളക് ചേർത്താണ് വറുത്തിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും എരിവ് വേണമെന്നുള്ളവർ സ്വല്പം കാശ്മീരി ചില്ലി ചേർക്കാം. അതിൻ്റെ കൂടെ വീണ്ടും ഇത് എല്ലാ മസാലകളും ഇതിനകത്ത് ചേർത്ത് അരയ്ക്കാം. ആദ്യം ചെമ്മീൻ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചു കൊണ്ടുവരാം. ഇത് കണ്ടല്ലോ, ചെമ്മീൻ പൊടിയായത്. ഇതിങ്ങനെ തന്നെ കൂട്ടാൻ നല്ലതാണ്, ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ. അതല്ലാതെ പിന്നീട് നമ്മൾ ചേർക്കേണ്ടത് ഇതിൻ്റെ മസാലകൾ ഓരോന്ന്: ഇഞ്ചി, ഉള്ളി, കറിവേപ്പില, മാങ്ങ, സ്വല്പം ഉപ്പ്, ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഇനി തേങ്ങ ചേർക്കണം. കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണം.
നമ്മുടെ ചമ്മന്തി റെഡിയായി കഴിഞ്ഞു. ചമ്മന്തി കാണാലോ, എല്ലാ മസാലകളും നന്നായിട്ട് പൊടിഞ്ഞു ചേർന്നു. ഇനി ഒരു സ്വല്പം വെളിച്ചെണ്ണ, അത് തികച്ചും ഓപ്ഷനിലാണ്, വേണമെന്നില്ല, സ്വല്പം മാത്രം. അത് ഒഴിക്കാതെ ഇരിക്കാം. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒഴിച്ചു എന്നുള്ളതേ ഉള്ളൂ. സാധാരണ ഞാൻ ചേർക്കാറില്ല. ചിലർക്കൊക്കെ മുളകിൻ്റെ ഒരു കുത്തൽ ഉണ്ടാകുമെന്നൊരു പേടിയുണ്ട്, ചേർത്തതാണ്. ഇതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് മറക്കരുത്. നോക്കട്ടെ എല്ലാം പാകമാണോ എന്ന്. ഓ സൂപ്പർ, ഉപ്പും പുളിയും എല്ലാം കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഉണക്കമീൻ, ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ മാങ്ങ ചമ്മന്തി. അടുത്ത വീഡിയോയിൽ വേറൊരു ഉണക്കമീൻ ചമ്മന്തി കാണിക്കാം. ഓക്കെ, വീഡിയോ സ്വാഗതം ചെയ്ത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടുന്ന എല്ലാ ഫീഡ്ബാക്കും തരുന്ന എല്ലാ പ്രേക്ഷകരോടും, എല്ലാ നല്ല ഹൃദയമുള്ളവരോടും നന്ദി പറയുന്നു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.